ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എല്ലാ കൂട്ടുകാർക്കും ഷിൽജി ബ്ലോഗ്സിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന ഒരു സ്നാക്കാണ്. നമ്മുടെ കയ്യിൽ ബാക്കി വന്ന ചോറൊക്കെ നമ്മൾ കളയുകയല്ലേ ചെയ്യുന്നത്. ആ ചോറും അതിൻ്റെ കൂടെ ഒരു ഉരുളക്കിഴങ്ങും ഉണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാവേ. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ, അതുപോലെ നല്ല ക്രിസ്പിയുമാണ്. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ അതിൻ്റെ അടുത്ത് ആ ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ആക്കിയാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ ഞങ്ങൾക്ക് കിട്ടുവേ. അതുപോലെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. വളരെ വേഗത്തിൽ നമുക്ക് ഈ സ്നാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് ചോറാണ് എടുത്തിരിക്കുന്നത്. ഈ ചോറ് നമുക്ക് മിക്സിയിലിട്ട് അരച്ചെടുക്കണ്ട കേട്ടോ. പിന്നെ ഒരു ഉരുളക്കിഴങ്ങ് ഞാൻ പുഴുങ്ങി എടുത്തിട്ടുണ്ട്. പുഴുങ്ങി നല്ല സ്മാഷ് ചെയ്തെടുക്കണം, അല്ലെങ്കിൽ ഒന്ന് പൊടിച്ചേലും എടുക്കണം ഇതുപോലെ. ഇനി ഇത് ആദ്യം നമുക്ക് ഒന്ന് മിക്സിയിലിട്ട് അരച്ചെടുക്കണം. ഇത് അരയ്ക്കുന്ന സമയത്ത് ഉരുളക്കിഴങ്ങ് പൊടിഞ്ഞിട്ടില്ലെങ്കിൽ പെട്ടെന്നുണ്ടല്ലോ മിക്സി പിടിച്ച് നിൽക്കും. അതുകൊണ്ട് നന്നായിട്ടൊന്ന് സ്മാഷ് ചെയ്യണം ഉരുളക്കിഴങ്ങ് കേട്ടോ. പശ കൂടുതലല്ലേ ഉരുളക്കിഴങ്ങിനും ചോറിനും കൂടി ആകുമ്പോൾ. ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് അരച്ചെടുത്ത് വെച്ചാൽ മതി കേട്ടോ. കുറഞ്ഞ ചേരുവകൾ വെച്ചിട്ടാണ് നമ്മൾ ഈ സ്നാക്ക് ഉണ്ടാക്കുന്നത്. പിള്ളേർക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. നല്ല ക്രിസ്പിയാണ്. അതുപോലെ 3-4 ചേരുവകൾ മാത്രമേ ഇതിനുള്ളേ. ഇനിയിപ്പോൾ ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചേരുവകളും കൂടി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഈ സമയത്ത് വെള്ളം കൂടുതലാണെന്ന് തോന്നുവാണെങ്കിൽ കോൺഫ്ലവർ ചേർത്ത് കുഴച്ചെടുക്കണേ. ഞാനൊരു കുറച്ച് കോൺഫ്ലവർ ചേർക്കുന്നുണ്ട്. എന്നാൽ മാത്രമേ ഇത് നല്ല കുഴഞ്ഞ് നമുക്ക് ഉരുണ്ട് കിട്ടത്തുള്ളൂ കേട്ടോ. ഞാനൊരു 2 സ്പൂണോളം കോൺഫ്ലവറാണ് ചേർക്കുന്നത്. ഇനി നിങ്ങളുടെ കയ്യിൽ കോൺഫ്ലവർ ഇല്ലെങ്കിൽ മൈദ ചേർത്ത് വെച്ചാൽ മതിയേ. ഇനി നല്ലോണം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ആദ്യം 1 സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ കയ്യിൽ കുറച്ച് ഓയിൽ തടവിയിട്ട് നല്ല കുഴച്ചെടുത്ത് വെച്ചാൽ മതിയേ. ഇനി കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അതും ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ക്രഷ് മുളകും അതും 1 സ്പൂൺ ചേർക്കുന്നുണ്ട്. കുറച്ച് എരിവിരുന്നോട്ടെ. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്യണം. അത് കഴിഞ്ഞൊന്ന് കുഴച്ചെടുക്കാവേ. കുഴച്ചെടുക്കുന്ന സമയത്ത് നല്ല എണ്ണ കയ്യിൽ തടവി കൊടുത്താൽ മാത്രമേ നമുക്കിത് കുഴച്ചെടുക്കാൻ പറ്റുള്ളൂ. പിന്നെ ചെറിയ ജീരകം 1 സ്പൂണും പിന്നെ വെള്ള എള്ളും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് 2 ടേസ്റ്റിനും ഒരു ഫ്ലേവറിനും വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ. ഇനിയിപ്പം നല്ലോണം ഇത് ഞാൻ കുഴച്ചെടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. അതിനുശേഷം ഒന്ന് പരത്തിയെടുക്കണം. വളരെ സിമ്പിളായിട്ടുണ്ടാക്കാം. നമ്മൾ ഈ പരത്തുന്ന സമയത്ത് കുറച്ച് പൊടി തൂവണം. മൈദയാണേലും മതി കേട്ടോ. എന്നിട്ട് വേണം ഈ കല്ലിലേക്ക് വെച്ച് കൊടുക്കാൻ. അല്ലെങ്കിൽ ഉണ്ടല്ലോ ഇത് ഒട്ടിപ്പിടിക്കും. കാരണം നല്ല പശയുള്ള സാധനമാണിത്. പക്ഷേ എന്നാൽ കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. കെമിക്കലൊന്നുമില്ല, എല്ലാം നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ ഇതിൽ ചേർന്നിട്ടുള്ളൂ. ചെറുതായിട്ട് നമ്മൾ ഒരു റൂൾ തടി കൊണ്ടൊന്ന് പരത്തി കൊടുക്കണം. അത് കഴിഞ്ഞ് ഓരോ ഷേപ്പിൽ നമുക്ക് മുറിച്ചെടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് മുറിച്ചെടുത്തുണ്ടാക്കാം കേട്ടോ. ഫിംഗർ ഷേപ്പിലാണ് ഏറ്റവും ടേസ്റ്റ്. ഇനിയിപ്പോൾ ആ സൈഡ് വശമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം എണ്ണ കയ്യിൽ തടവിയിട്ട് കുറച്ചായിട്ട് നീളത്തിലെടുക്കണവേ. ബാക്കി വന്ന ചോറിന് ഒരുപാട് ഉപകാരങ്ങളുണ്ട്. നമ്മളത് കളയുകയൊന്നും വേണ്ട. ഇങ്ങനത്തെ റെസിപ്പികളൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കണമേ. ഇത് കണ്ടില്ല, നല്ല ഷേപ്പിൽ ഞാൻ എടുത്തിട്ടുണ്ട്. ആദ്യം ഞാൻ കുറച്ച് പരത്തിയതാണ് എടുക്കുന്നത്. പിന്നെ ഞാൻ ഫിംഗർ ഷേപ്പിൽ 2-3 ടൈപ്പിൽ ഞാൻ ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. കയ്യിലൊന്നും ഒട്ടുന്നില്ല കേട്ടോ. ഇപ്പം ഞാൻ കുറച്ച് എണ്ണ തടവിയിട്ടാണ് ഈ മാവ് എടുത്ത് കയ്യിൽ വെക്കുന്നത്. ഇനി ഒരു പാനിലേക്ക് ആവശ്യത്തിന് ഓയിൽ ചൂടാകുമ്പോഴത്തേക്ക് നമുക്കിതിട്ട് കൊടുക്കാവേ. എന്നിട്ട് ഓരോന്നായിട്ട് വറുത്തെടുക്കണം. നല്ല ക്രിസ്പി ആകാൻ വേണ്ടിയിട്ട് തീ കുറച്ച് കൊടുക്കണം. ആദ്യം ഒന്ന് ഫ്ലെയിം കൂട്ടി കൊടുത്തതിന് ശേഷം തീ കുറച്ച് കൊടുക്കണം. അവിടെ കിടന്ന് മുരിഞ്ഞ് കിട്ടണം. എന്നാൽ മാത്രമേ നമുക്കിതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. തിരിച്ചും മറിച്ച് വിട്ട് അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരണം. അതുവരെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇത് നമ്മൾ കുറച്ച് ചോറേ ഉള്ളെങ്കിലും ആവശ്യത്തിനുള്ള സ്നാക്ക് കിട്ടും കേട്ടോ. മധുരം ഇഷ്ടമില്ലാത്ത ആൾക്കാർക്കും അതുപോലെ തന്നെ ഷുഗർ കട്ടുള്ള ആൾക്കാർക്കൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു സ്നാക്കായത്. ഇതിനകത്ത് നമ്മൾ ചേർത്തിരിക്കുന്ന ജീരകമില്ലേ, അതൊക്കെ കടിക്കുമ്പോഴത്തേക്കുണ്ടല്ലോ നല്ലൊരു ടേസ്റ്റാണ്. നമ്മുടെ ചോറൊക്കെ ആണെങ്കിലും വെച്ചിട്ട് ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ള പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കാം. ഇങ്ങനത്തെ കുറേ റെസിപ്പികൾ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ, ചോറ് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്നത്. എല്ലാവരും ഈവനിങ്ങിലൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, ഫ്രീ ആയ ടൈമുകളിൽ. എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണേ. അത്രയ്ക്കും ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. പിന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് വേറെ വല്ലതുമൊക്കെ ചേർക്കണമെങ്കിൽ ചേർക്കാം, പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. ഇത് തന്നെ നല്ല രുചിയുണ്ട് കഴിക്കാൻ. ഇനിയിപ്പോൾ മൂത്ത് കിട്ടിയിട്ടുണ്ട്, നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഞാൻ ആദ്യം കുറച്ച് പരന്ന ടൈപ്പിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ ഫിംഗറിൻ്റെ ഷേപ്പിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്.
നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതുണ്ടാക്കിയെടുക്കാം. ഇനി ഇതെല്ലാം പ്ലേറ്റിലേക്ക് മാറ്റിയതിന് ശേഷം ഞാനിന്ന് മുറിച്ച് കാണിക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ബാക്കി ഇരിക്കുന്നത് ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാവേ. അധികവേ ചിലവൊന്നുമില്ലാത്ത ഒരു സ്നാക്ക് ആയതുകൊണ്ടും അതുപോലെ നമ്മുടെ വീട്ടിലുള്ള ചേരുവകളും മാത്രം വെച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. കോൺഫ്ലവറൊക്കെ എല്ലാവരുടെയും വീടുകളിലുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് വേഗത്തിൽ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ സ്നാക്കൊക്കെ ഉണ്ടാക്കിയെടുക്കാം. ബാക്കി ഇരിക്കുന്നത് ഞാൻ ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. അത് ഫിംഗറിൻ്റെ ഷേപ്പിലാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. എത്ര കട്ടി കുറയുന്നോ അത്രയ്ക്കും ക്രിസ്പി ആയിരിക്കും ഇത്. ഇനി നമുക്ക് പഴയതുപോലെ തന്നെ ഇത് മൂപ്പിച്ചെടുക്കാം. ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരൊറ്റ കാര്യമേ ഉള്ളൂ, കരിഞ്ഞു പോകാതെ രണ്ട് സൈഡും തിരിച്ചും മറിച്ച് വിട്ട് കൊടുക്കണം. എന്നാലേ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടത്തുള്ളൂ. ഇപ്പോൾ സ്നാക്കെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി ഞാനിതൊന്ന് മുറിച്ച് കാണിക്കാവേ. നമ്മൾ മുറിക്കുമ്പോൾ തന്നെ ഇങ്ങനെ പൊട്ടി വരുവേ. പിന്നെ ഇത് സോസിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. കെച്ചപ്പോ സോസോ അതിൻ്റെയൊക്കെ കൂടി ഇത് കഴിക്കാം. പിന്നെ സവോള അരിഞ്ഞിട്ട് സോസും കൂടെ മിക്സ് ചെയ്തിട്ടാണല്ലോ അത് മുക്കി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇനിയിപ്പം എല്ലാം ഞാൻ വറുത്തെടുത്തിട്ടുണ്ട്. ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഞാൻ ഒരിക്കൽ കൂടി പറയുക, ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇനി വെറൈറ്റിയായ വേറൊരു വീഡിയോ കാണുന്നത് വരെ ഓക്കെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.